ഹായ്. ഇന്നലെ ആട്ടം എന്നുള്ള സിനിമ കണ്ടു. സത്യം പറഞ്ഞാൽ ഗംഭീര പടം. ഈ പടം കണ്ടു കഴിഞ്ഞിട്ടേ ആരും സീറ്റിൽ നിന്ന് എണീക്കാണ്ട് ഇങ്ങനൊരു ഇരിപ്പിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം തരുന്നൊരു ഷോക്ക്, ഈ കഥാപാത്രങ്ങൾ ഇതിലൊരു 13 മെയിൽ ആർട്ടിസ്റ്റും ഒരു ലേഡി ആർട്ടിസ്റ്റും അങ്ങനെയുള്ള ഒരു ഡ്രാമ ഗ്രൂപ്പിൻ്റെ കഥയാണ് ഈ പടം പറയുന്നത്. അപ്പോൾ അതിൽ ആ 13 മെയിൽ ആർട്ടിസ്റ്റിനും ഇതിൻ്റെ ക്ലൈമാക്സിൽ കിട്ടുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ, ആ ഷോക്ക് നമുക്കും കിട്ടുന്നുണ്ട്. അത് തരാൻ ഈ പടത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പടത്തിൻ്റെ വിജയം. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു സിനിമ മലയാളത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ 2023-24 വർഷത്തിൽ അത്രയും ഗംഭീര പടം. ഈ പടത്തിൻ്റെ സംവിധായകൻ ആനന്ദ് ഏകർഷി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതുമുഖ സംവിധായകൻ്റെ പടം നമുക്ക് തോന്നില്ല, അത്രയും ഗംഭീരമായിട്ടുള്ള പടം. പെർഫോമൻസുകൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ വിനയ് ഫോർട്ടും അതുപോലെ കലാഭവൻ ഷാജോണൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പുതുമുഖങ്ങളാണ്. അവരുടെ പെർഫോമൻസൊക്കെ, അവരുടെ കഥാപാത്രങ്ങളെക്കൊണ്ട് പെർഫോമൻസൊക്കെ എല്ലാവരും ഈക്വൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് ഈ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ. മാത്രമല്ല ഇതിൽ ഓരോ കഥാപാത്രങ്ങൾ അവരുടെ നിലപാടുകൾ പറയുമ്പോഴും അവിടെയൊക്കെ നമുക്കും അവരുടെ ഒരു ശരി കണ്ടെത്താനും അവരുടെ ഒപ്പം നിൽക്കാനും നമുക്ക് തോന്നും. അയാൾ പറയണത് തെണ്ടിത്തരാണെന്ന് നമുക്കറിയാം, പക്ഷെ അതേ തെണ്ടിത്തരങ്ങൾ നമ്മളും ചിന്തിക്കാറുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയണത്. അപ്പോൾ അത് അവരുടെ സിറ്റുവേഷൻസ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സെൽഫിഷ്നെസ് എല്ലാം അനുസരിച്ച് മാറുമല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ പടം എന്താ പറയുക, വർക്കൗട്ടായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പത്രത്തിൽ വായിക്കുന്നതാണ് ഈ ലൈംഗിക അതിക്രമങ്ങൾ, സെക്ഷൽ ഹരാസ്മെൻ്റ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. ഇതൊരു നാടകരൂപത്തിൽ സംഭവിക്കുന്ന ഒരു കഥയായിട്ടാണ് വരുന്നത്. ചിലത് ഫിലിം ഇൻഡസ്ട്രിയിലാവാം, ചിലപ്പോൾ മറ്റു മേഖലയിലായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് പല ആൾക്കാരും ന്യൂസ് ചർച്ചകൾ അല്ലാതെ നമ്മളുടെ പേഴ്സണലായിട്ട് നമ്മളുടെ സർക്കിളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓരോ ആൾക്കാരെടുക്കുന്ന നിലപാടുകൾ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ നമ്മളെ ശരിക്കും ഞെട്ടിപ്പിച്ചു. കാരണം ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ എൻ്റെ ഒരു സാധാരണ രീതിയിലേക്ക് പോവോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ക്ലൈമാക്സ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ്, ഇത്രയും ഗംഭീരമായിട്ടുള്ള ക്ലൈമാക്സ്, സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ക്ലൈമാക്സ് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതിൽ ഫാമിലി ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, സാധാരണ ആയിട്ടുള്ള പിള്ളേരുടെ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഈ പടത്തിൻ്റെ അവസാനം അങ്ങനെ ഇരുന്ന് പോയി, അങ്ങനെ ഇരുത്താൻ പറ്റി. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി സത്യം പറയാൻ. അപ്പോൾ എനിക്ക് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ ക്രാഫ്റ്റാണോ, പടത്തിൻ്റെ കഥയാണോ, ആ നായികയ്ക്ക് കിട്ടുന്ന ഷോക്കാണോ, അതിലെ ആർട്ടിസ്റ്റുകൾ എല്ലാം കൂടിയിട്ട് ഒരു വല്ലാത്തൊരു ഫീലിലേക്ക് ഈ പടം കൊണ്ടുപോയി. മസ്റ്റ് വാച്ചായിട്ടുള്ള പടമാണ് ആട്ടം. ഈ പടം നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയും. നിങ്ങൾ ഈ യഥാർത്ഥത്തിലൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ഈ കുറേ നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ കാണാറുണ്ട്. ഇത് അങ്ങനത്തെ ഒരു സിനിമയാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാനും പാടില്ല. ഈ സിനിമയ്ക്ക് അർഹിക്കുന്ന ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ പടം കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്ര ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുകയാണെങ്കിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള പടമാണ്, അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമ. നിങ്ങളെ ഉറപ്പായിട്ട് ഈ പടം ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ചിരി വരും. നമുക്ക് ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ എന്താ പറയുക, ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ തോട്ട് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കിടന്ന്, എനിക്കറിയില്ല, അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പടമാണ്. ഉറപ്പായിട്ട് എൻ്റർടൈനിങ് ആണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ തട്ടുപൊളിപ്പൻ രീതിയിൽ ചിന്തിക്കാനും പാടില്ല. ഉറപ്പായിട്ട് ഈ പടം കാണണം. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് കാണാം. ആട്ടം ഉറപ്പായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.